ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഷിബ്ര സുലൈമാനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഫസൽ ഭക്ഷണം ഇവിടെ താമസിപ്പിച്ചേ, നമ്മുടെ പ്രൈവസി ഡിസ്റ്റർബ് ആവുമെന്ന് പറയുമ്പോൾ സുലൈമാൻ പറയുന്നുണ്ട്, അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല മോളെ, അവനൊരു പാവം പയ്യനാണെന്ന്. സഫിയയും അങ്ങനെ തന്നെ പറയുന്നത്. ഉമ്മക്കൊരു സഹായമാവുന്ന സുക്കീനയും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഷമീർ അങ്ങോട്ട് വരുന്നത്. സുക്കീന പറഞ്ഞത് ശരിയാ, ഞാൻ വീട്ടിലെ പണി മാത്രമല്ല കടയിൽ പോയി സാധനങ്ങളും കൊണ്ടുവരാമെന്ന് ഷമീർ പറയുമ്പോൾ ഷിബ്ര ചിരിക്കുന്നുണ്ട്. നീ അതൊന്നും കാര്യാക്കണ്ട, ഇവർ കളിയാക്കിയതാന്നും പറഞ്ഞിട്ട് സുലൈമാൻ അവനോട് കഴിക്കാൻ പറയുന്നു. ഉമ്മക്കറിയോ, ഫസൽ ബക്ഷന്റെ കുടുംബത്തിലെ പഠിച്ച ഒരേ ഒരാൾ ഫസൽ ബക്ഷാണെന്ന് ഷിബ്ര തമാശയായി പറയുമ്പോൾ ഷമീറും തമാശയായിട്ട് ആൻറ്റിയുടെ മക്കൾക്ക് പഠിപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അവളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട്, എനിക്ക് 2 ഡിഗ്രി ഉണ്ട്, CS എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. CS എക്സാം എന്താണെന്ന് അറിയോ തനിക്കെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ അറിയാം, വളരെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച് പാസ്സായാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആവുമെന്ന് ഷമീർ പറഞ്ഞുകൊണ്ട് ഷമീർ സുലൈമാനോട് ചോദിക്കുന്നുണ്ട്, സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകൻ ആരെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ ആരും ഇല്ല, മുമ്പുണ്ടായിരുന്നു സുബൈദ സിക്കന്ദർ എന്ന്. ഇത് കേട്ടതും ഷമീറിന് സങ്കടം വരുന്നു. എൻ്റെ ഗ്രാമത്തിലെ താലൂക്കിലെ അവരായിരുന്നു, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഷമീർ പറയുന്നുണ്ട്. ഷിബ്രയും പറയുന്നുണ്ട് അവൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്നും അവരെക്കുറിച്ച് അവൾ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടെന്ന് സുക്കീനെ പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട്, അതെ, അവരെ അവരുടെ ഹസ്ബൻഡ് കൊന്നതാണെന്ന്. ഇത് കേട്ടത് ഷമീർ ആകെ വല്ലാതാകുന്നു. അവൻ്റെ ആ ഭാവം കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് സുബൈദ ഉമ്മയോ ഓർമ്മ വന്നതാണെന്ന് അവൻ പറയുന്നു. എനിക്ക് അവരെ ഉമ്മയെപ്പോലാണെന്നും ഞാൻ അവരുടെ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഷമീർ പറയുന്നു. എന്നിട്ട് അവൻ ഷിബ്രയോട് പറയുന്നുണ്ട്, എനിക്ക് ആദ്യമൊക്കെ അവരുടെ മരണത്തിൽ സംശയമുണ്ടായിരുന്നു, എന്നാൽ ദാവൂദ് അലി ഖാൻ ആ മരണത്തിന് പങ്കൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ അവരുടെ മകൻ ഇതുവരെ പൊളിറ്റിക്സിലേക്ക് വരാത്തത്? കാരണം അവനറിയാം, പൊളിറ്റിക്സിലേക്ക് വന്നാൽ അവന് നേരെ ഉയരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണെന്ന്. അതുകൊണ്ടാണെന്ന് ഷിബ്ര പറയുമ്പോൾ, ഓഹോ, ഷിബ്രക്ക് ഷമീർ സിക്കന്ദറിനെ കുറിച്ച് ഭയങ്കര അറിവാണല്ലോ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോയെന്ന് ഷമീർ ചോദിക്കുമ്പോൾ ഷിബ്ര ഇല്ലാന്ന് പറയുന്നു. ഇവിടെ ഡള്ളായിരിക്കുന്ന മെഹറിനോട് അരുൺ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോന്ന്. ആണെന്ന് അവൾ പറയുമ്പോൾ കള്ളം പറയണ്ട, എന്ത് പറ്റി, ഷമീർ എന്തെങ്കിലും പറഞ്ഞോന്ന് അയാൾ ചോദിക്കുമ്പോൾ മെഹറിൻ പറയുന്നുണ്ട്, ഡാഡിക്ക് അറിയാലോ എനിക്ക് അവന് ഇഷ്ടമാണെന്ന്. അറിയാം, എൻ്റെ മോളെ കിട്ടിയാൽ അവൻ ഭാഗ്യവാനല്ലേന്ന് അയാൾ പറയുമ്പോൾ മെഹറിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അവന് വിധിച്ചിട്ടില്ലെങ്കിലോ എന്ന്. അവനൊരിക്കലും നിന്നെ എന്നെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അവനിന്ന് കാണുന്ന പേരും പദവിയും ഞാനാണ് അവന് കൊടുത്തതെന്ന് അയാൾ പറയുമ്പോൾ മെഹറിൻ ആശ്വാസമാകുന്നു. ദാവൂദും ഫറായും ഷമീറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ അങ്ങോട്ട് വരുന്നത്. ദാവൂദ് അവനോട് എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ താൻ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നെന്ന് അവൻ പറയുന്നുണ്ട്. ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നാൽ എങ്ങനെയാ, കുറച്ച് സമയം ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന അയാൾ പറയുമ്പോൾ ഇല്ല, പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ പോകുമ്പോൾ ഫറാക്ക് മനസ്സിലാവുന്നു താനുണ്ടായത് കൊണ്ടാണ് അവൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ തനിക്ക് ഉറക്കം വരുന്നതെന്നും പറഞ്ഞവൾ അവിടെ നിന്നും പോകുന്നു. ഷമീർ ആകെ വല്ലാതിരിക്കുന്നത് കണ്ടിട്ട് അയാൾ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അവൻ അയാളോട് പറയുന്നുണ്ട്, എന്നോട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഉമ്മാന്റെ മരണത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചൊക്കെ. ആളുകൾ പറയുന്നതിനാ നീ കേൾക്കുന്നത്, നിന്റെ മനസ്സെന്താണോ പറയുന്നത് അതാണ് സത്യം എന്നും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അയാളോട് സോറി പറയുന്നുണ്ട്. ഇവിടെ ഫറാസ് മലിഹയോട് ചോദിക്കുന്നുണ്ട്, ഷമീർ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന്. എന്നാൽ മലിഹ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണോ ഇല്ലേ ഇത്രയൊക്കെ ആയിട്ട് അവൻ്റെ അടുത്തേക്ക് പോവാൻ. എന്നാൽ തന്നോടൊരു പ്രശ്നമില്ലെന്നും ഉപ്പാനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് അവൻ മലിഹയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവളുടെ സമ്മതം കിട്ടിയതും അവൻ അവിടെ നിന്നും പോകുന്നു. സുക്കീനയും കൂട്ടി വലിയൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് സുഹൈബ്. എന്നാൽ സുക്കൈന സുഹൈബിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ. എന്നാൽ സുഹൈബ് അതൊന്നും കേൾക്കാതെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഷമീറും ഫറാസും ഷമീറിന്റെ ഗാർഡ്സും അങ്ങോട്ട് വരുന്നുണ്ട്. ഷമീറിനെ കണ്ടതും സുക്കൈന സംശയത്തോടെ നോക്കുന്നത് കണ്ടിട്ട് ഫറാസ് അവൾ തന്നെ വാങ്ങി നോക്കണമെന്ന് കരുതി അവളുടെ അടുത്തേക്ക് പോയതും അവൾ അവനെ പുച്ഛത്തോടെ ഫറാസ് ബായി എന്ന് വിളിക്കുമ്പോൾ തന്നെ അവളോട് അവൻ താൻ ഷിബ്രയുടെ സിസ്റ്റർ ആണെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഫറാസ് അവിടെ നിന്നും നൈസായിട്ട് പോകുന്നു. ഫറാസ് ഷമീറിനോട് സുക്കൈന നമ്മളെ കണ്ടു എന്ന് പറയുമ്പോൾ ഇല്ല, മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഷമീർ പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ കണ്ട എന്നെ വരെ അവൾക്ക് മനസ്സിലായി, പിന്നെയല്ലേ നിന്നെന്ന് ഫറാസ് ചോദിക്കുന്നുണ്ട്. ഷമീർ സുക്കൈനയുടെ അടുത്തേക്ക് വന്നതും അവൾ അവിടെ നിന്നും പോവാൻ ഒരുങ്ങുന്നു. എന്നാൽ തനിക്കൊരു ദുരുദ്ദേശവുമില്ലെന്നും ഷിബ്രയെ താൻ സ്നേഹിക്കുന്നുണ്ടെന്നും അതിനുവേണ്ടിയാ താൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് അവൻ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ ഈ കാര്യം വീട്ടിൽ പറയാം, ഞാൻ തടയില്ലെന്നും. സ്നേഹത്തിന്റെ വില നിനക്കും അറിയില്ലേ എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. ഇവിടെ സുക്കൈനയെ കാണാതെ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുഹൈബ്. ഷിബ്രയോട് പറയുമ്പോൾ അവളും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സുക്കൈനയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് സുഹൈബ് പറയുമ്പോൾ നീ എന്താ അവളെ ചെയ്തേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഷിബ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സുക്കൈന വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ആ സമയം സുക്കൈന വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നുള്ള സംശയത്തിലാണ് ഷമീറും ഫറാസും. സുക്കൈനയോട് എവിടെയായിരുന്നു എന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ താൻ സുഹൈബിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അവൾ പറയുന്നു. അവൾ ഇപ്പോൾ ഷമീറിനെ അവിടെ കണ്ട ഷോക്കിലാണ്.
അതേ ഷോക്കിൽ തന്നെ അവൾ സുഹൈബിനോട് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി പാവപ്പെട്ടവനാവോന്ന്, ചെറിയ റൂമിൽ പായൽ കിടന്നുറങ്ങുമെന്ന്. അപ്പോൾ സുഹൈബ് പറയുന്നുണ്ട്, പണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളതാണ്, ഫാനൊന്നും ഇല്ലാതെന്ന്. അപ്പോൾ സുക്കൈന പറയുന്നുണ്ട്, നമ്മുടെ ലവ് സ്റ്റോറിയിൽ ഒരു അഡ്വഞ്ചർ ഇല്ലാന്ന്. എന്നിട്ട് ഷിബ്രയെ നോക്കി നിന്റെ ഭാഗ്യമൊന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഷിബ്രക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെ ടെൻഷനായി ബീച്ചിൽ നടക്കുന്ന ഷാമിർ അവിടെ നമ്മുടെ റിയൽ ഫസൽ ബക്ഷനെ കാണുന്നു. അയാൾ കുറച്ച് തമാശ പറഞ്ഞതും അവൻ കുറച്ച് കൂളാവുന്നു. ഷാമിറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഫറാസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുക്കൈന. സുക്കൈനയെ കണ്ടതും ഫറാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മലിഹ പറയുന്നുണ്ട്, താനും ഇതിന് കൂട്ടുന്നത് തെറ്റ് തന്നെയാണെന്ന്. ഷിബ്ര എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, അവൾ എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്. അവൾക്ക് പ്രശ്നം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിന് പിന്നിൽ അവനൊരു ദുരുദ്ദേശവുമില്ല, ഞാൻ 100% ഉറപ്പ് തരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ് സുക്കൈന. ഷാമിറിനെ കാണാനിട്ട് അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് സഫിയ. എപ്പോൾ വരുന്നതെന്നും നിന്റെ റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ ഷാമിർ അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. ഉടനെ എത്താമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും മെഹറിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ടതും അവൻ ഫോൺ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ഇതൊക്കെ ഷാമിർ, എന്തിനാ എന്നോട് നീ കള്ളം പറയുന്നത്? ഫറാസ് എന്നോട് എല്ലാം പറഞ്ഞെന്ന് മെഹറിൻ പറയുമ്പോൾ അവൻ ആദ്യം ഷിബ്രയുടെ കാര്യമാണെന്ന് വിചാരിച്ച് ഫറാസും അവൻ്റെ വൈഫും ഇപ്പോൾ എനിക്ക് എഗെയിൻസ്റ്റ് ആണെന്നും അവരാണ് കള്ളം പറയുന്നതെന്ന് അവൻ പറയുമ്പോൾ മെഹറിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ലണ്ടനിലേക്ക് പോകുന്നില്ലെന്ന്? അതായത് ലാസ്റ്റ് അവർ കണ്ടപ്പോൾ അവനിപ്പോൾ ലണ്ടനിൽ പോകുന്നില്ല എന്ന് മെഹറിനോട് പറഞ്ഞിരുന്നു. ഫറാസ് നിന്നോട് ഇതാണോ പറഞ്ഞതെന്ന് ഷാമിർ ചോദിക്കുമ്പോൾ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് മെഹറിൻ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ വിളിക്കാതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫോണില്ല, ഈ ഫോണാണ് ഉള്ളതെന്നും പറഞ്ഞ് അവൻ ആ ചെറിയ ഫോൺ എടുത്ത് കാണിക്കുമ്പോൾ ഇതെനിക്ക് തരുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അവൻ അത് വാങ്ങുന്നു. താൻ ലണ്ടൻ പോയി കഴിഞ്ഞാൽ നിന്റെ ബർത്ത്ഡേക്ക് ഞാനും അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ അവനത് വലിയ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, പ്ലാൻ ചെയ്യാമെന്നും പറഞ്ഞവൻ നേരെ ഫറാസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് ചൂടാവുന്നുണ്ട്. എന്തിനാ ഞാൻ ലണ്ടനിലേക്ക് പോകുന്നു എന്ന് അവളോട് പറഞ്ഞെന്നും പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് ഫറാസ് പറഞ്ഞതും ഞാൻ തനിച്ച് പോയിക്കോളാമെന്നും പറഞ്ഞ് ബാക്കിൽ നിന്ന് സാധനം എടുക്കാൻ പോയതും അവിടെ അവൻ്റെ ഡ്രസ്സ് കാണാനിട്ട് വീണ്ടും അവനാകെ ടെൻഷൻ ആവുകയാണ്. ഷാമിർ ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നതറിഞ്ഞ് ആകെ ടെൻഷനിലാണ് ദാവൂദ്. അവനെന്തായാലും പോയാൽ നിങ്ങളെ വിളിക്കുമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഫറ. ഡ്രസ്സൊക്കെ എടുത്ത് ഷിബ്രയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷാമിർ. വന്നു കയറുമ്പോൾ സഫിയെ കണ്ടതും അവനിവിടെ ആരുമില്ലെന്ന് ഷമീർ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ കാത്തിരിക്കായിരുന്നു, ഈ പൂവും കൊണ്ടെന്ന് ഷിബ്ര പറഞ്ഞതും തനിക്ക് നാണം വരുന്നു എന്ന് പറയുന്നുണ്ട് ഷമീർ. നാണിക്കൊന്നും വേണ്ട, ഇത് ഇവിടുത്തെ വേസ്റ്റാ, പോയിട്ട് കളഞ്ഞിട്ട് വാന്നും പറഞ്ഞവൾ അവന് നേരെ ആ കവർ നീട്ടുന്നു. എന്നാൽ സഫിയ അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഫസൽ ബക്ഷും ഈ വീട്ടിലെ ഒരംഗല്ലേ, അതുകൊണ്ട് ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കാമെന്ന് ഷിബ്ര പറയുന്നുണ്ട്. എന്നാൽ മോൻ അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് സഫിയ ഷിബ്രയോട് ദേഷ്യപ്പെടുമ്പോൾ അതൊന്നും കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഷമീർ വേസ്റ്റ് കൊണ്ടിടാൻ പോകുന്നു. എന്നാൽ നീ ഫസൽ ബക്ഷന്റെ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവെക്കുന്ന സഫിയ ഷിബ്രയോട് പറയുമ്പോൾ അവൾ അത് സുക്കൈനയെ വിളിച്ചു പറയുന്നു. ഇതാ നിന്റെ ബ്രദർ വന്നിട്ടുണ്ട്, ബാഗ് കൊണ്ടുവെക്കുന്ന ഷിബ്ര പറയുമ്പോൾ സുക്കൈനയും ഷമീറും പരസ്പരം നോക്കുന്നുണ്ട്. ശേഷം ഷമീർ വന്ന് അവളോട് താങ്ക്സ് പറയുന്നുണ്ട്, എല്ലാവരോടും തന്നെക്കുറിച്ച് പറയാത്തതിനും തന്നെ ട്രസ്റ്റ് ചെയ്തതിനൊക്കെ. എന്നാൽ സുക്കൈന പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ഇനി പറയില്ല എന്ന് വിചാരിക്കേണ്ട, പക്ഷേ എന്ത് തീരുമാനമെടുക്കുകയാണെങ്കിലും എൻ്റെ ഉദ്ദേശം നോക്കണം. ഞാൻ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല എന്ന് ഷമീർ പറയുമ്പോൾ സുക്കൈന ചോദിക്കുന്നുണ്ട്, എൻ്റെ സിസ്റ്ററിനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ടോന്ന്. അതെ, ഒരുപാട്. സമയമാകുമ്പോൾ നിനക്കത് മനസ്സിലാവുന്നു അവൻ പറയുന്നു. രാവിലെ തന്നെ ഷിബ്ര കാണാൻ വേണ്ടി ഒരു കമ്പ് കൊണ്ട് പല്ല് തേക്കിയാണ് ഷമീർ. അവൻ അറിയാതെ അവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കായിരുന്നു. എന്നാൽ ഇതൊക്കെ ഷമീർ കാണുന്നുണ്ടായിരുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യണേ.